നീ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് ഒട്ടും ശരിയല്ല. പലർക്കും പല നിയമമാണ് ഇവിടെ. പൂർണിമയെ വേടന്റെ കേസാണെങ്കിൽ നീ ന്യായീകരിക്കല് വന്യമൃഗങ്ങളെ ദ്രോഹിക്കണ തെറ്റാണ്. നിന്റെ കയ്യിൽ കിടക്കുന്ന ആനുവൽ മോതിരം ആന നിനക്ക് ദാനം ചെയ്തു. 76 വയസ്സായിട്ട് ഇളവീര കണ്ണിനൊരു ഗുരുവില്ല. ഇത് നോക്കിക്കൊണ്ടാണ് ഇരിപ്പ്. അത് നീ പറഞ്ഞ കറക്റ്റ് തന്നെ പോണമേ. ഇവിടെയാണെങ്കിൽ കിൻഡൽ കണക്കിന് കഞ്ചാവ് MDMA കൊണ്ട് നടക്കണവന്മാർ പുഷ്പം പോലെ ഇറങ്ങി കളി കിടക്കണം. ഇവിടെ അവന്റെ കയ്യിൽ ഒരു 5 ഗ്രത്തിപ്പൂരെ കഞ്ചാവ് പിടിച്ചോളൂ. അതാണെങ്കിൽ ഒരു എലിക്കാട്ട സൈസിൽ ഒരു ചുരുട്ടിന് പോലും തെളിയില്ല. ചുരുട്ടിനാന്നങ്ങനെ നിനക്കറിയാം. ബാക്ക് ടു ദ പോയിന്റ്. ഇവിടെ വേടനെ അറിഞ്ഞൂടാത്ത ഏതോ ഒരു പാട്ടേരെ മാങ്ങാണ്ടി കൊണ്ട് വെള്ളത്തിയറന്ന് പറഞ്ഞ് 25,000 രൂപയാണ് അടിച്ചു കൊടുത്തത്. അത് 2 ദിവസത്തിനകം തീർന്നു. വേടന്റെ പുലിപ്പല്ലിൽ മാത്രം ഒരാഴ്ച കൊണ്ട് തൂങ്ങി കിടക്കുകയാണ്. ആ പറഞ്ഞത് ന്യായം തന്നെ കേട്ടാ. പണ്ട് ഏതോ ഒരാള് എങ്ങനെയുണ്ട് ചക്കരപ്പെണ്ണേ, നീ എന്ത് റൂമിലോട്ടൊക്കെ വരാത്തെ എന്ന് ചോദിച്ചതും ഇത് വലിയ തരികിട കേട്ടോ. പുല്ല് വലിയ ഇല്ലിയോടെ തരുന്നത്. ഇങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ പയറ് കണക്കിടക്കി നടക്കും. എന്തൊക്കെ പറഞ്ഞാലും പഴയ പോലെ ഫാൻ ബേസും പരിപാടിയൊന്നും വേടന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നണം. എടി വർഷേ, അവൻ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട കലാകാരനാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും അണഞ്ഞു പോകില്ല. നീ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു നോക്ക്. എല്ലാരും അവനെ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ പ്രോഗ്രാമിന്റെ കേസ് 1.5 വർഷത്തേക്കുള്ള പ്രോഗ്രാം അവൻ ഇപ്പോഴേ ബുക്കായി. പിന്നെ അവനെ പോലെ അർത്ഥമുള്ള വരികൾ വെച്ച് റാപ്പ് ചെയ്യണ വേറെ ആരുണ്ട്? അങ്ങനെ ഒരു റാപ്പർ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ, എല്ലാരും മറന്നിരിക്കുകയാണ്.